അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, ഈ ലോകം ശാശ്വതമല്ല. ഒരിക്കൽ ഈ ലോകത്തിൽ നിന്ന് യാത്ര പോകേണ്ട ആളുകളാണ് നമ്മളെല്ലാവരും. ദുനിയാവിൽ ഒരു യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് ആ യാത്രയിൽ നമ്മൾ കരുതേണ്ടുന്ന ഒരുപാട് വസ്തുക്കൾ മുമ്പേ നമ്മൾ തയ്യാറാക്കി വെക്കാറുണ്ട്. കാരണം ആ യാത്രയുടെ സുഖവും അതിന് ലക്ഷ്യവും എല്ലാം തന്നെ നമുക്ക് വ്യക്തമായി അറിയുന്നത് കൊണ്ട്. എന്നാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മടക്കയാത്ര അത് റബ്ബിൻ്റെ അടുക്കലേക്കുള്ള യാത്രയാണ്. ആ റബ്ബ് നമ്മളോട് ആവശ്യപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, അതുമായി കൊണ്ടായിരിക്കണം റബ്ബിലേക്ക് നമ്മൾ മടങ്ങേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്ബഉൽ മയ്യിത്ത സലാസ്തുൻ, ഒരു മയ്യത്തിനെ 3 കാര്യങ്ങൾ അനുഗമിക്കുന്നു. അഹ്ലുഹു, അവൻ്റെ കുടുംബക്കാർ, വ മാലുഹു, അവൻ്റെ ധനം, വ അമലുഹു, അവൻ്റെ പ്രവൃത്തി. ഫയർജിഅ സിനാനി വ യബ്ഖ വാഹിദുൻ, 2 കാര്യങ്ങൾ ആ മയ്യത്തിൽ നിന്ന് മടങ്ങി വരുന്നു. വ യബ്ഖ വാഹിദുൻ, 1 അവിടെ ബാക്കിയാകുന്നു. ഫയർജ്, ആ മയ്യത്തിൽ നിന്ന് മടങ്ങുന്നത് അഹ്ലുഹു, അവൻ്റെ കുടുംബക്കാരാണ്. വ മാലുഹു, അവൻ്റെ ധനമാണ്. വ യബ്ഖ, അവിടെ ബാക്കിയാകുന്നത്, ആ മയ്യത്തിൽ അഥവാ ആ ഖബറിൽ ബാക്കിയാകുന്നത് അമലുഹു, അവൻ്റെ പ്രവൃത്തി മാത്രമാണ്. ഈ ലോകത്ത് അവൻ ചെയ്തിരിക്കുന്ന അവൻ്റെ വിശ്വാസപരമായ ആചാര അനുഷ്ഠാനപരമായ കാര്യങ്ങൾ അതുമാത്രമാണ് ഖബറിൽ അവന് രക്ഷക്കായി ഉണ്ടാവുക. അതുകൊണ്ട് സൽപ്രവർത്തനങ്ങൾ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതത്തിൻ്റെ ഏതേത് മേഖലയിലും ആ രീതിയിൽ യഥാർത്ഥമായി വിശ്വാസികളായി നമ്മൾ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.